ഹായ് ഓൾ, ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് ഡിന്നർ ടൈം കണ്ടാലോ? മീൻകറി ഉണ്ടാക്കാനാണ് പ്ലാൻ കേട്ടോ. അതിനുവേണ്ടി ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ വഴറ്റിയെടുത്തു. അതിലേക്ക് മുളക് പൊടി, ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും അതിലേക്ക് ഒഴിച്ച് അത് തിളപ്പിച്ചെടുത്തതിന് ശേഷം മീൻ കൂട്ട് സാധാരണ ഇടുന്ന പോലെ തന്നെ മീനിട്ടു. കറി ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഈ സമയത്ത് തന്നെ ക്യാബേജ് തോരനും ശരിയാക്കാനുണ്ടായിരുന്നു. പിന്നെ പാന് വെച്ചിട്ട് ക്യാബേജ്, സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടത് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഒന്ന് ശരിയാക്കി അതിലേക്ക് തേങ്ങാപ്പീര ഇട്ടായിരുന്നു കേട്ടോ, അതെടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ക്യാബേജ് തോരന് ശരിയായി സെറ്റായി വന്നു. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് നമ്മുടെ ദോശക്കല്ല് എടുത്ത് വെച്ചു. പക്ഷേ പട്ടിയും ഒരു സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ദോശക്കല്ല് പൊട്ടി രണ്ടായിട്ട് വന്നു. 2 വർഷം ആയതായിരുന്നു കേട്ടോ. എങ്ങനെയോ അത് പൊട്ടി. ഈ സമയത്ത് നമ്മുടെ മീൻകറി ഇരുന്ന് ചെറുതായിട്ടൊന്ന് വറ്റിപ്പോയായിരുന്നു ദോശക്കല്ലിൻ്റെ പുറകെ പോയ സമയത്ത്. പിന്നെ ഒരു പാനിലോട്ട് കുഞ്ഞിനുള്ള ദോശ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ വന്നിരുന്നു. കുഞ്ഞു ദോശയും ഞങ്ങൾ ചോറും ക്യാബേജ് തോരനും മീൻകറിയും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീട് പെയിൻറ്റിങ് യജ്ഞം നടക്കുകയാണ്. അച്ചാച്ചൻ വീണ്ടും പെയിൻറ്റിങ്ങിലോട്ടും പോയി. ഞങ്ങളും അതിൻ്റെ കൂടെ കൂടി. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.